ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പീസിൻ്റെ വീഡിയോ ആയിട്ടാണ്. 2 റെസിപ്പീസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. 2 റൈസ് റെസിപ്പീസാണ്. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ എപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പീസ് ചെയ്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു റൈസ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ട് നോക്കണേ. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ വീഡിയോക്കൊന്ന് ലൈക്കും കൂടെ ചെയ്യണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3-4 ഗ്രാമ്പൂ, അതുപോലെ തന്നെ 3 ഏലക്കായ, 1 ബേ ലീഫ്, പിന്നെ വേണ്ടത് 2-3 പീസ് പട്ട, ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു വെള്ളം നല്ല പോലെ തന്നെ ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിത് ഈ റൈസ് റെഡിയാക്കി എടുക്കുന്നത് ബസ്മതി റൈസ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഏത് റൈസ് വെച്ചിട്ടും ഈ ഒരു സെയിം റെസിപ്പി തന്നെ ചെയ്യാവുന്നതാണ്. ഞാനിതവിടെ 1 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ്. നല്ലപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷമാണ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലെ ഉപ്പ് നോക്കണം. ഉപ്പ് അല്പം ഒന്ന് മുന്നിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ ഇതൊന്ന് കുക്കായി വരുന്ന സമയത്ത് ഈ ഒരു റൈസിൽ ഉപ്പ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. റൈസ് ഇതാ അവിടെ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഓവറായിട്ട് കുക്കായി പോവാതെ ശ്രദ്ധിക്കണം. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് വാർത്തിട്ടൊന്ന് മാറ്റിയെടുക്കണം. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് വാർത്തെടുക്കാം. എന്നിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ആദ്യത്തെ റെസിപ്പി നോക്കാം. ഇത് ചിക്കന് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റൈസ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഈ ഒരു റൈസിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഇഷ്ടം അതൊക്കെ ഈ ഒരു റൈസിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം എല്ലില്ലാത്ത പീസാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നല്ല പോലെ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സോയാ സോസിൽ തന്നെ ഉപ്പുള്ളതുകൊണ്ട് ഇതിൽ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അതുവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചിക്കൻ താല്പര്യം ഇല്ലെങ്കിൽ അതിന് പകരം വെജിറ്റബിൾസ് മാത്രമായിട്ടും ഈ ഒരു റൈസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അതാ ഈ ഒരു ചിക്കന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓയിലിൽ നിന്നൊന്ന് മാറ്റാം. ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ ചെറിയൊരു സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് ക്യാപ്സിക്കാണ്. അതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വന്ന് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മാഗി ക്യൂബാണ് കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളെ റൈസിന്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു വെജിറ്റബിൾസ് ഒന്ന് കുക്കായി വരണം. ഇതൊന്ന് കുക്കായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന റൈസിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ നമ്മളതിൽ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാഗി ക്യൂബിലും ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. അതുകൊണ്ട് അതിന് ഉപ്പ് എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്.
നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ റൈസിന്. ഇതെല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കാം, മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ചിക്കന് പകരം വെജിറ്റബിൾസ് മാത്രമായിട്ടും ചെയ്യാം, അതുപോലെ എഗ്ഗ് വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ പനീറോ സ്വീറ്റ് കോണോ ഒക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെ ചെയ്താലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മളിതിൽ വേറെ ഒരു മസാല ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. ഇതും വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ് കേട്ടോ. പൊട്ടാറ്റോ വെച്ചിട്ടാണ് നമ്മളൊരു റൈസ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ റൈസ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടണ്ട, ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അങ്ങനെ പൊട്ടാറ്റോ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഒരു സെയിം പാനിലേക്ക് തന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ചെറിയൊരു പീസ് ക്യാരറ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഒറ്റ വിസിലൊന്ന് അടുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഫ്രോസൺ ഗ്രീൻ പീസാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തലേ ദിവസം തന്നെ റൈസൊക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മക്കളൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടിയിട്ട് തന്നെ കഴിക്കുകയും ചെയ്യും. ഈ ഒരു ക്യാരറ്റൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി കിട്ടണം, അതുവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതെല്ലാം ഇവിടെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് സോസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മക്കൾക്ക് അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഈ ഒരു പൊട്ടാറ്റോ മസാല ആവുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അങ്ങനെ അതൊന്ന് ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റൈസും കഴിക്കാൻ വേണ്ടിയിട്ട്. മക്കൾക്ക് നല്ല പോലെ തന്നെ ഇഷ്ടപ്പെടും. അതുപോലെ ഈ ഒരു 2 റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും ഈ ഒരു 2 റൈസ് റെസിപ്പീസും. ഇതിന് ബസ്മതി റൈസ് തന്നെ വേണമെന്ന് നിർബന്ധമല്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് റൈസ് വെച്ചിട്ടും ഈ ഒരു സെയിം റെസിപ്പി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്കൂളിലേക്ക് മാത്രമല്ല ഓഫീസുകളിലോ കോളേജുകളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരോടും ബായ്.